ഹോസ്പിറ്റലിന് വെളിയിലായിട്ടൊക്കെ വെയിറ്റ് ചെയ്യിക്കായിരുന്നു ലോവിനെ യോസിയും ഇപ്പോൾ ചെന്ന് കാണുന്നു. നീ ഷിന്നിന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ അവൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നീ കൊടുത്തത് അവൾ മേടിച്ചു പോലുമില്ല. പിന്നെ അവളും എന്റെ ഒപ്പം ബെർലിനിൽ വരാമെന്നൊക്കെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഉടനെ തന്നെ പോകുന്നതായിരിക്കും എന്നൊക്കെ യൂസി പറയുമ്പോഴത്തേക്കും ഞാനും ഷെന്നും ഒരുപോലെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റാരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണെന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സിലായി എന്നൊക്കെ ലൂവും അതിന് മറുപടി കൊടുക്കുന്നു. ഷോയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ വളരെ മോശമായിരുന്നു. നിങ്ങളുടെ ലവിന് ഒരു ട്വിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഒരേപോലെ മാത്രമായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണുകയൊന്നുമില്ല. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. നിങ്ങളുടെ പ്രണയം വളരെ സോളിഡ് ആയിട്ടുള്ള ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂസിയും പോകുന്നു. ഇപ്പോൾ ഷെന്നിനെ കാണുവാനായിട്ട് ക്വിന്നും സുവും കൂടി എത്തിയിരിക്കുകയാണ്. അവർ ഒരുപാട് ഫുഡൊക്കെ അവൾക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളും എന്തുകൊണ്ടാണ് ഇത്രയേറെ ഫുഡൊക്കെ മേടിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ലൂ കൊടുത്ത ഫുഡൊക്കെ കഴിക്കുമോ എന്നൊരു സംശയമൊക്കെ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിശന്നിരിക്കരുതെന്നൊക്കെ കരുതിയിട്ട് അവനും ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ആയിരുന്നു ഞങ്ങളും നിനക്ക് വേണ്ടി ഇത്രയേറെ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവരും അറിയിക്കുകയാണ്. അതുകൂടാതെ ഇത്രയും നാളായിട്ടും ലൂ തിരിച്ച് ഹോട്ടലിലേക്കൊന്നും എത്തിയിട്ടില്ല. അവനും ഈ ഹോസ്പിറ്റലിന് താഴെ തന്നെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ ആയിരുന്നു സോ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്നും ഷെന്നിനും മറ്റൊരു കോളൊക്കെ വരുന്നു. ഡോക്ടറിന്റെ വീഡിയോ എല്ലാം തന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഒക്കെ കാണുവാൻ നീ വരാമോ? നീയും ലൂനെയും കൂടി കൂട്ടാമോ എന്നൊക്കെ ആയിരുന്നു അസിസ്റ്റന്റും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷൻ ഇപ്പോൾ ലൂന് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നമുക്ക് നാളെ ഒന്നിച്ചു പോയിട്ട് ആ ഒരു വീഡിയോസ് ഒക്കെ കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ലൂവും ഷെന്നും കൂടി ചേർന്നിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നു. ഷെനും ആ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അവളുടെ കണ്ണും ഒരുപാട് നിറഞ്ഞിരിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ലൂവിനെയും കൂട്ടിക്കൊണ്ടൊന്ന് നടക്കുവാനായിട്ട് പോകാമെന്നൊക്കെ അവൾ കരുതിയ സമയത്തായിരുന്നു ലൂവിനും ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഷെന്നിന്റെ അച്ഛന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തു നിന്നുമായിരുന്നു. ഷെന്നിന്റെ അച്ഛൻ വളരെയധികം സീരിയസ് ആണെന്നായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷെന്നും ലൂവും കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്കും എത്തുന്നു. അച്ഛന് ക്യാൻസർ ആണെന്നുള്ള കാര്യം വളരെ വൈകിയായിരുന്നു മനസ്സിലാക്കിയത്. അങ്ങനെയിരിക്കെ ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ട് അച്ഛന്റെ ശ്വാസകോശത്തിന്റെ ഒരുപാട് ഭാഗമൊക്കെ മുറിച്ചു മാറ്റേണ്ടതായിട്ട് പോലും വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അച്ഛൻ ഇപ്പോൾ തന്നെ ഒരുപാട് വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വേദന അനുഭവിക്കുവാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ അവസാനമായിട്ട് കാണുവാനായിട്ടായിരുന്നു അച്ഛനും അതുപോലൊരു ചടങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അച്ഛനെ കണ്ട സമയത്ത് നിനക്ക് കൂടുതൽ ദേഷ്യമൊക്കെ ആയിരുന്നല്ലോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനും ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ തന്നെ അച്ഛന്റെ അവസ്ഥയൊക്കെ ഇത്രത്തോളം മോശമാണെങ്കിൽ പോലും അതൊന്നും തന്നെ നിന്നെ അറിയിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കും നിന്നെ അറിയിക്കാതിരിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് രാവിലെ നിന്റെ അച്ഛനും ഒരുപാട് തവണ നിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാനും നിന്നെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗേൾ ഫ്രണ്ടും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഷെനും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ടൊക്കെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരിക്കലും നിന്നെ നേരിട്ട് കാണുകയില്ല എന്നൊക്കെ ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അച്ഛനും ഷെന്നിന്റെ അടുത്തായിട്ട് പറയുമ്പോഴത്തേക്കും കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എപ്പോഴും അച്ഛന്റെ പിന്നാലൊക്കെ ഓടി നടക്കുമായിരുന്നു. അച്ഛൻ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് പെയിന്റിംഗ് ചെയ്യുവാനായിട്ട് ആഗ്രഹമൊക്കെ തോന്നി. അങ്ങനെ ഞാനും പെയിന്റിംഗ് ഒക്കെ പഠിച്ചു. പിന്നീട് പെയിന്റിംഗ് വഴിയായിരുന്നു ഇതുപോലെ ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുവാനായിട്ട് പോലും എനിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരുവാനായിട്ടുള്ള കാരണം പോലും അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് അവളും അച്ഛൻ്റെ അടുത്തൊക്കെ നന്ദി പറയുന്നു. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് നല്ലൊരു ഫാമിലി ആയിട്ട് ഒന്നും തന്നെ ജീവിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്ററായി മാറുകയില്ലായിരുന്നു എന്നൊക്കെ അവളും അച്ഛൻ്റെ അടുത്തൊക്കെ തുറന്നു പറയുകയാണ്. ഞാൻ നിന്റെ അടുത്ത് ചെയ്തത് വലിയൊരു തെറ്റാണ്. ഞാൻ മരിച്ചു എന്ന് കള്ളം പറഞ്ഞ് നിന്നെ ആ ഒരു ചടങ്ങിലേക്ക് പോലും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ക്ഷമയൊന്നും ചോദിക്കാനായിട്ട് സാധിക്കാത്ത രീതിക്കുള്ള വലിയ തെറ്റായത് കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്റെ അടുത്ത് ക്ഷമയൊന്നും ചോദിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് എന്നെ വന്ന് കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ അച്ഛനും അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഷെന്നിന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു വെട്ടമൊക്കെ അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛനും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഷെന്നും അങ്ങനെ വെട്ടം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാനായിട്ട് എണീക്കുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അച്ഛനും മരിച്ചു പോവുകയാണ്. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു മാലയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാലയ്ക്കകത്ത് അച്ഛനെ മരിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് ചാരമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് എന്റെ ഒപ്പം എന്നും നിന്റെ അച്ഛൻ ഉണ്ടാവുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാനും കൂടെ കൂട്ടുകയാണ്. പിന്നെ
മറ്റൊരു ചടങ്ങൊന്നും തന്നെ നമ്മൾ നടത്തുവാനായിട്ട് പോകുന്നില്ല. അച്ഛനും അവസാനമായിട്ട് ആഗ്രഹിച്ചത് എല്ലാവരെയും, അച്ഛന്റെ ഫ്രണ്ട്സിനെയും നിന്നെയും അങ്ങനെ എല്ലാവരെയും നേരിട്ട് കാണുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ കണ്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് അച്ഛൻ മടങ്ങിയിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടം കൊണ്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗേൾഫ്രണ്ടും ഒരു വണ്ടിയിലൊക്കെ കയറി പോകുന്നു. എന്റെ ജീവിതത്തിൽ ഇനി മുതൽ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുകയില്ല. നീ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നീ എന്റെ ഒപ്പം കാണുകയില്ല എന്നൊക്കെ ലൂവിന്റെ അടുത്ത് ഷൻ ചോദിക്കുമ്പോഴത്തേക്കും, ഇനി എല്ലായ്പ്പോഴും ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല എന്നൊക്കെ ലൂവും അവളെ അറിയിക്കുന്നു. പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും യൂസി എന്നെ കാണുവാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്നൊക്കെ തുറന്നു പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ടായിരുന്നു നീയും അവന്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് എനിക്ക് ഒരിക്കൽ പോലും അറിയുകയില്ലായിരുന്നു. നീയും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഷൻ പറയുമ്പോഴത്തേക്കും അവൻ എന്നെയും കാണുവാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്കും നീ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന രീതിക്കായിരുന്നു അവൻ എന്നോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അതൊരു തമാശയായിട്ടൊക്കെ എടുക്കുകയായിരുന്നു ലൂ. കഴിഞ്ഞ 2 ദിവസം ഞാൻ നിന്നെ കാണാതെ ഹോസ്പിറ്റലിന് വെളിയിലായിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നിന്നെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ പണ്ടുണ്ടായിരുന്ന എന്റെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. ഇനി നമുക്ക് കൂടുതലായിട്ട് പരസ്പരം അറിയാം. അങ്ങനെയിരിക്കെ നമ്മൾക്കിടയിൽ തെറ്റിദ്ധാരണ ഒന്നും തന്നെ വരാതെ പരസ്പരം മനസ്സിലാക്കിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാമെന്നൊക്കെ ലൂ പറയുമ്പോഴത്തേക്കും ഷെനും അതൊക്കെ അംഗീകരിക്കുകയാണ്. അങ്ങനെ അവരും പരസ്പരം ആ ഒരു സ്നേഹത്തേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. അവരും കിസ് ചെയ്യുന്നു. ആ ഒരു സീൻ അവിടെ കൊണ്ട് അവസാനിച്ചതിന് ശേഷം ഇന്റർവ്യൂ സെക്ഷനൊക്കെ കാണിക്കുന്നു. ഈ ഒരു സമയത്ത് നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന രീതിക്കൊക്കെ ടീമിലെ ആൾക്കാര് ഷെന്നിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഷെന്നും ഒരാൾക്ക് വേണ്ടിയിട്ട് ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് തന്റെ പ്രണയത്തിനൊപ്പം ഈ ഒരു ലോകത്തെ മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് എന്നൊക്കെ ഷെനും അറിയിക്കുന്നു. ഇതേ ചോദ്യമൊക്കെ ലോന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ലൈഫിലെ ഓരോ നല്ല മൊമെന്റ്സും എൻജോയ് ചെയ്യുക എന്നതാണ് ശരിക്കും പ്രണയം എന്ന രീതിക്കൊക്കെയാണ് അവനും പറയുന്നത്. അങ്ങനെ ആ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും 2016 ഒരു സീനാണ് കാണിക്കുന്നത്. ഷെന്നും ഒരു ഇന്റേൺഷിപ്പിനൊക്കെ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഏത് രീതിക്കുള്ള ജോലി ചെയ്യണമെന്ന് അവൾ ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഷെൻ ജോലിയൊക്കെ നോക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ലു അങ്ങനെ ഒന്നും തന്നെ ആയിരുന്നില്ല. മാത്രമല്ല, ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ഷെന്നിനെ വിവാഹം കഴിക്കണമെന്നും പിന്നീട് ഷെൻ ഏത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ നിൽക്കണമെന്നും ഒക്കെ ആയിരുന്നു ലുവിന്റെ ആഗ്രഹം. സോ ഷെൻ ഏത് ജോലി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും അവൾക്ക് പണത്തിന്റെ എന്താവശ്യം വന്നിട്ടുണ്ടെങ്കിലും അവനും അതിരുകളില്ലാതെ തന്നെ അവളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ അവളുടെ അടുത്തും പറയുന്നു. ഗോ ബാക്ക് ലവറിന്റെ അടുത്ത റൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ക്വിൻ ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിയുവും സയോയുമാണ് പെയർ. അതുകൊണ്ട് തന്നെ ഡേറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു റൗണ്ടിൽ നടക്കുന്നത്. ഇപ്പോൾ സിയുവും എനിക്ക് സയോനെ ഡേറ്റ് ചെയ്യുവാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ ഷെന്നിന്റെ അടുത്തും വന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് ഷോ തുടങ്ങുന്നതിന് മുമ്പ് നടന്ന മറ്റൊരു കാര്യമൊക്കെ ഷെന്നും ഓർത്തെടുക്കുന്നു. ലൂ പറഞ്ഞിട്ടായിരുന്നു നിന്നെ ഷോയിലേക്കൊക്കെ എടുക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിനക്ക് എക്സ് ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഷോയുമായിട്ട് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ ഷെൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ക്വിന്നിന്റെ പേരായിട്ട് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ടാണ് താല്പര്യം. അവൾ ഇപ്പോൾ ഒരുപാട് വേദനയിലൊക്കെയാണ് ഉള്ളത്. എങ്കിൽ പോലും അവളെ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴത്തേക്കും പണ്ട് നടന്ന പല പല സംഭവങ്ങളും എന്റെ മനസ്സിലേക്കൊക്കെ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് പുഞ്ചിരിയൊക്കെ നിറയ്ക്കുവാനും അതുപോലെ തന്നെ അവളുടെ ലൈഫിൽ നടന്ന മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും മറക്കുവാനായിട്ട് ഞാൻ അവളുടെ ഒപ്പം തന്നെ ഉണ്ടാവണമെന്ന രീതിക്കൊക്കെ ആയിരുന്നു അവനും സംസാരിച്ചത്. എനിക്ക് കുട്ടിക്കാലത്ത് ക്വിന്നിന്റെ അടുത്തൊരു ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അവളോട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ തുറന്നു പറഞ്ഞുമില്ല. പക്ഷെ ഈ ഒരു ഷോയിലൊക്കെ പങ്കെടുക്കുന്നത് വഴി എനിക്ക് പണ്ടത്തെ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഇപ്പോഴും അവളുടെ അടുത്തുണ്ട് എന്ന കാര്യം എല്ലാം തന്നെ അവളെ മനസ്സിലാക്കി കൊടുക്കണമെന്നായിരുന്നു അവനും പറഞ്ഞത്. നീ ശരിക്കും അവളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും അവളെ വേദനിപ്പിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഷൻ പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോഴും അവളുടെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ സയോയ്ക്ക് ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമാക്കി വെക്കുമെന്ന് വാക്ക് നൽകിയതാണ്. അതുകൊണ്ടാണ് എനിക്കും ക്വിന്നിന്റെ അടുത്ത് ഒന്നും തന്നെ തുറന്നു പറയുവാനായിട്ട് സാധിക്കാതെ പോയത്. ഞാനും നിസ്സഹായനായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ അവനും അറിയിക്കുന്നു. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് നീ സായോയ്ക്ക് നൽകിയ വാക്കിനെ കുറിച്ചല്ല ഓർക്കേണ്ടത്, മറിച്ച് ക്വിന്നിനെ കുറിച്ചാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനായിട്ട് അവളുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുക എന്നത് മാത്രമാണ് നിന്റെ മുമ്പിലുള്ള ഏക വഴി എന്നൊക്കെ ഷെന്നും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഷെന്നിന്റെ അടുത്ത് അവനും ഒരു സഹായം കൂടി ചോദിക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.